guys, welcome back to my channel. So ഞാൻ ഷടപടിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരുങ്ങിപ്പോവാം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ നന്ദി ഹിൽസ് പോകുന്നുണ്ടെന്ന്. സോ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:45, 2 മണിക്ക് പിള്ളേർ വരും. നമ്മൾ ഒരു 11:30 സമയത്താണ് കിടന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അലാമൊക്കെ വെക്കാൻ നേരത്തെ 1 മണിക്ക് അലാം വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ ഉറങ്ങണോ വേണ്ട, ഞാനും ആദ്യം കൂടെ 1 മണിക്കൂറില്ലേ നമുക്ക് ഉറങ്ങിയേക്കാന്നൊക്കെ വിചാരിച്ചു. ഒരു മണിക്ക് അലാം അടിച്ചപ്പോഴത്തേക്കും ആദ്യം കുറച്ച് നേരം കൂടെ കിടക്കാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ അത് ലേറ്റായി. പിള്ളേരെല്ലാം കൂടി ഇന്നലെ സഡനായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇന്നലെ ചായ കുടിക്കാൻ വന്നപ്പോൾ നമുക്ക് പോവാൻ ചേച്ചി എന്ന് പറഞ്ഞപ്പം ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പെട്ടെന്ന് പ്ലാനാക്കി, ബൈക്കൊക്കെ സെറ്റാക്കി, വണ്ടിയൊക്കെ സെറ്റാക്കി. നമ്മൾ കുറച്ച് പേരുണ്ട്. ഞാൻ ആദ്യം നിസാം, സനാൻ, കീർത്തിക, പിന്നെ വേറൊരു കുട്ടി, ബസ്സിലയിൽ അനന്തു ആയിരുന്നോടി. അപ്പം ആദ്യം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഞാനിവിടെ റെഡി ആവുന്നു. അപ്പോൾ നന്ദി ഹിൽസിൽ നല്ല തണുപ്പാണ്. ഞാൻ കുറേ നാളെ നല്ലൊരു സൺറൈസൊക്കെ കണ്ടിട്ട്. സോ നമുക്കിന്ന് സൺറൈസൊക്കെ കാണാം. സൺസ്ക്രീൻ നല്ലപോലെ ഇടണം, ഇല്ലെങ്കിൽ പണി പാടും. അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമില്ല, കാരണം ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. തിരിച്ച് വരുമ്പം ഏകദേശം ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ കരിഞ്ഞായിരിക്കും വരിക നമ്മൾ. പോരാത്തതിന് കുഞ്ഞ് സ്ലീവും കൂടെ ഇട്ടേക്കുന്നത്. ഗൈസ്, ഈ ടോപ്പ് എനിക്ക് ചേച്ചി മേടിച്ചതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചതാണ്. ഇനി ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. റെഡിയായി വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. മുടി കെട്ടി വെക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും, കാരണം ബൈക്കിൽ പോകുമ്പോൾ പറക്കുമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതും ഒരു ബ്ലാക്ക് ട്രൗസേഴ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ വാച്ചുണ്ട്. ഇത് സെറ്റ്. നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടമെങ്കിൽ പറഞ്ഞാൽ കേട്ടോ. ഞാൻ പെട്ടെന്ന് ഷടപടിയിൽ റെഡി ആയതാണ്. പിന്നെ ഇത് ഡ്രസ്സ്, ഷൂസ് ഇട്ടിട്ടില്ല, ഷൂസിന് ഇടണം. നല്ല തണുപ്പുണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഞാനൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ സ്വെറ്ററും കൂടെ ഇടും. ഭയങ്കര തണുപ്പായിരിക്കും. എനിക്കാണെങ്കിൽ തീരെ തണുപ്പൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത്. സോ ഇനിയിപ്പം പിള്ളേരൊക്കെ വന്നിട്ട് കാണിക്കാം. ഓക്കെ, ആദ്യം നല്ല സുന്ദരിയായിട്ട് പോകണം. ഗ്ലാമറിനെ വിളിച്ചിട്ടാണ്. ഗ്ലാമറിനായിരുന്നറിയാം നിസാം. മുറ്റത്തൊക്കെ ഇറങ്ങിയേക്കുക. നമുക്ക് ഇവിടെ റേഞ്ച്, ഞങ്ങളുടെ വൈഫൈ പോയിരിക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വന്നാൽ ഇച്ചിരി റേഞ്ച് കിട്ടും. അപ്പോൾ പിള്ളേരെ വിളിച്ച് നോക്കിയതാണ്. അവരൊക്കെ എണീറ്റിട്ട് കൂടിയില്ലാന്ന് തോന്നുന്നു. ഹായ് ഗായ്സ്, എക്സ്ക്യൂസ് മീ, ഒരു ഹായ് പറയൂ. ശുഭദിനം. ഏതാ മൊഞ്ച്? അതെ, നമ്മള് ഒറ്റ ട്രിപ്പില് ഡയറക്റ്റ് നന്ദി എത്തി. നമ്മൾ ചായ കുടിക്കാൻ പോവാം അല്ലേ? ട്രിപ്പ് പോയി വേദനിക്കുന്നൊക്കെ ഇവിടെ വെട്ടണ വേദനിക്കുന്നു. കാലൊക്കെ അവൻ പറഞ്ഞ സാധനം തന്നെ, കൈയും കാലും എല്ലാം നല്ലോണം വേദനിക്കുന്നുണ്ട്. എന്തായാലും സാധാരണ നമ്മൾ ഇടയ്ക്ക് വരുമ്പോ ഇങ്ങനെ മറ്റേ നിർത്തിയിട്ടായിരിക്കും വരെ. ഇതിപ്പോ അങ്ങനല്ല വരുന്നത്. റൈഡായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എല്ലാവരും നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത് നന്ദി ഹിൽസിലെ ടോപ്പിൽ കയറാൻ പോവാണ്. അവിടെ 5:30 തുറക്കത്തുള്ളൂ. ഇപ്പോൾ സമയം 4:45 സമയം. ഞങ്ങൾ അവസാനം ഇവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു.
ഇനി അങ്ങോട്ടേക്ക് നടക്കണം. എല്ലാവരും എല്ലാം പല വഴിക്കായി. നിസാമും ആദിയും ബസലിലും അവനും അനന്തവും കൂടെ എവിടെയോ ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച്. മഞ്ഞാറിന് ആരും കാണുന്നില്ലടോ. എൻ്റെ 4ാമത്തെ തവണയത്. ഈ സൈഡിൽ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ നിന്നായിരുന്നു അവരാ എന്താ ഇതെടുക്കുന്നത്, പൈസ പിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എവിടെയോ എത്തി. പിന്നെ മണ്ടയിൽ സൺറൈസ് വ്യൂ പോയിന്റിലെത്തി. റൈസൊക്കെ കഴിഞ്ഞു. ഭയങ്കര ക്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ക്യൂ ആയിരുന്നു. ഗൈസ് ഇവിടെ ഫുൾ നനഞ്ഞ് കുളിച്ചൊരു നനഞ്ഞൊരു കോഴിനെ പോലെ ആയെങ്കിലും ബട്ട് കൊള്ളാം. ഒരു വീഡിയോ നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റയ്ക്കൊരു വിജനമായ പ്രദേശത്ത് വന്നിരിക്കുകയാണ്. നിസാമാണ്. ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് ഒരു കാടാണ്. ഇവിടെ നല്ലൊരു സീറ്റ് മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇതെടുത്ത് എൻ്റെ മഴത്തുള്ളി പെട്ടെന്നുണ്ടപ്പോ നമ്മള് മറ്റില്ല അന്ന് ഇടുക്കിക്ക് പോയില്ലേ, ആ ഒരു ദൂരം സ്ഥലമൊക്കെ ഇട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പം 8 മണിയായെങ്കിലും ഇവിടുത്തെ ഒന്നും കോടയൊന്നും ഇതുവരെ പോയിട്ട് കൂടിയില്ല. അത്രയും മഞ്ഞായിട്ട് ഫുള്ള് നിൽക്കും. അമ്പലകുളത്തേക്ക് ഇങ്ങനെ ഇറങ്ങുക, കൊത്തുപണികളാട്ടത് ശരിക്കും. പത്തൊല്ലം കഴിഞ്ഞാല് ആർക്കിയോളജിസ്റ്റ് എന്നോട് പറയും ടിപ്പു വന്ന് കുത്തിപ്പോയതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് നിസാമിലെ ചളികൾ തിരിച്ചിടുമോ? മൂത്രയൊക്കെ മുട്ടി നിൽക്കണേ. After a long time we are meeting Inchra Puama. നമ്മുടെ ഹിൽസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു. ഒന്നാമത് ഈ കോട കാരണം ഒന്നും കാണുന്നില്ല, അതാ മെയിൻ പ്രശ്നം. അത് കാണുവാണെങ്കിൽ സെറ്റായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. ഇത് നിൽക്കുന്ന ഇന്ത്യച്ചി ഇവൾ ഭയങ്കര ഒരു പ്രോ റൈഡറാണ്. ഈ നന്ദി ഹിൽസ് താഴേന്ന് ഈ മേലോട്ട് കയറി വരുന്ന ഇവിടെ നിന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു ഫീമെയിൽ റൈഡറിനെ പോലും ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. അതും അത്രയും തിരക്കിനിടയിലൂടെ ഉള്ള ഫുൾ ഊടുവഴികളിൽ കൂടെ ഒക്കെ എടുത്തിട്ട് വന്നു. ഇത്രയും ഒരു തിരക്കായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അവളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളിതേ റൂമിലൊക്കെ വന്നു. അങ്ങോട്ട് പോയ കോലവും ഇങ്ങോട്ട് വന്ന കോലവും എല്ലാം വേറെ വേറെയാ. പയ്യ ഞാൻ ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.